നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. കേരളത്തിലും ഗൾഫിലും ലക്ഷദ്വീപിലുമായി 2960 പരീക്ഷാ കേന്ദ്രങ്ങളിൽ 4,19,554 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. മലയാളം ഉൾപ്പെടെ ഒന്നാം ഭാഷകളുടെ പരീക്ഷകളാണ് ഇന്ന് നടന്നത്. പരീക്ഷകളെല്ലാം രാവിലെ 9:30 മുതലാണ്. പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പരീക്ഷാമുറികളിലെല്ലാം കുട്ടികൾക്ക് ശുദ്ധജലം സജ്ജമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ മാർച്ച് 30 വരെയാണ് പരീക്ഷകൾ നടക്കുക. ഹയർ സെക്കൻഡറിയിൽ +1 പരീക്ഷകൾ ഇന്ന് ആരംഭിച്ചു. +2 പരീക്ഷകൾ നാളെ തുടങ്ങും. വരന്തരപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ കൊമ്പുകൾ അടർന്നു വീണ് അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന്റെ മേൽക്കൂരയ്ക്കും വഴിപാട് കൗണ്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഈ സമയത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ആലിന്റെ വലിയ 3 കൊമ്പുകളാണ് 2 സമയങ്ങളിലായി അടർന്നു വീണത്. 2 കൊമ്പുകൾ ക്ഷേത്രത്തിലേക്കും ഒരെണ്ണം റോഡിലേക്കുമാണ് വീണത്. വൈദ്യുതി കമ്പിയിലേക്ക് മരക്കൊമ്പ് വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. റോഡിലേക്ക് മരക്കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് കൊമ്പുകൾ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരത്തിന്റെ കൊമ്പുകളാണ് അടർന്നു വീണത്. അപകടാവസ്ഥയിലായി നിൽക്കുന്ന മറ്റു കൊമ്പുകളും മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടൂരിൽ ബേക്കറി ജീവനക്കാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. കാട്ടൂർ സ്വദേശി ശാന്തിഭവൻ വീട്ടിൽ ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച കാട്ടൂർ പോംപെ ജംഗ്ഷനിലുള്ള താടിതാമ ബേക്കറിയിൽ വെച്ചായിരുന്നു സംഭവം. പ്രതി ബേക്കറി സാധനങ്ങൾ ചോദിച്ചപ്പോൾ പൈസ തരാതെ സാധനങ്ങൾ തരില്ലെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ ബേക്കറിയിലെ നാരങ്ങ മുറിക്കുന്ന കത്തിയെടുത്ത് ജീവനക്കാരിയെ ആക്രമിച്ചുവെന്നാണ് കേസ്. കാട്ടൂർ നെടുമ്പൂർ സ്വദേശി തീയത്തുപറമ്പിൽ വീട്ടിൽ സിന്ധുവിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ജിതിൻ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഒരു കേസിലും മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച 3 കേസിലും പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ച ഒരു കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക പ്രവൃത്തി ചെയ്ത ഒരു കേസിലുമടക്കം 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO KC ബൈജു, GSI സുധീർ, GASI ധനീഷ്, GS CPO ഷിബു, CPOമാരായ രഞ്ജിത്ത്, അഭിലാഷ്, നിഷാദ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദുരിതത്തിലായ പുന്നൂക്കര സ്വദേശി സനൂപിനും കുടുംബത്തിനും കൈത്താങ്ങുമായി KPCC അംഗം നിഖിൽ ദാമോദരൻ. സനൂപിന്റെ വീട്ടിലെത്തി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത അദ്ദേഹം ഇനി മുതൽ എല്ലാ മാസവും കുടുംബത്തിന് കിറ്റ് എത്തിക്കുമെന്ന് ഉറപ്പു നൽകി. കൂടാതെ സനൂപിന്റെ കുടുംബത്തിന് അർഹമായ നീതി ലഭ്യമാക്കുന്നതുവരെ ആവശ്യമായ എല്ലാ സഹായങ്ങളും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും നിഖിൽ ദാമോദരൻ പറഞ്ഞു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര, പഞ്ചായത്തംഗങ്ങളായ പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ, സിന്ധുമോൾ, PM രാജേഷ്, പ്രജേഷ് കരുമുത്തിൽ, സുബി നെല്ലിശ്ശേരി, ടിന ജോളി തുടങ്ങിയവരും സനൂപിന്റെ വീട്ടിൽ എത്തിയിരുന്നു. ഇദ്ദേഹത്തിന് സനൂപേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പോലെയുള്ള ആളുകൾ, നിങ്ങളെ പോലെയുള്ള ഓരോരുത്തരും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം എനിക്ക് ആ കാര്യത്തിലുണ്ട്. സനൂപേട്ടൻ്റെ ഒക്കെ ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചെന്നൈയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു മാറ്റം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ളത്. ഈ ഒരു കിറ്റ് നേരത്തെ പ്രപഞ്ചേട്ടൻ സൂചിപ്പിച്ച പോലെ 43 പേർക്ക് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ചെറിയ ചെറിയ കിറ്റുകളായിട്ട് എല്ലാ മാസങ്ങളിലും തുടർച്ചയായിട്ട് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ല മനസ്സുകളുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ വന്ന് കണ്ട് സംസാരിച്ച് അമ്മയുടെ ഒരു വരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അന്ന് സംസാരത്തിൽ വ്യക്തമായി. അപ്പോൾ കഴിയാവുന്ന അത്രയും സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും, ഇന്നിപ്പോൾ മാർച്ച് 4-ാം തീയതി അല്ലേ, ഇനി ഏപ്രിൽ 4-ാം തീയതി, അങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും ഞങ്ങളുടെ ഒരു സഹായം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇതുകൂടെ എത്തിച്ചോളാം. അതിലിപ്പോൾ പ്രഥമ ചേട്ടൻ്റെയിലോ സുനിലേട്ടൻ്റെയിലോ ഞങ്ങൾ ആരെങ്കിലും കൊടുത്ത് ഞങ്ങൾ അങ്ങനെ വിട്ടോളാം. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഞങ്ങൾക്ക് കഴിയാവുന്ന ഒരു സഹായം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു വിഷമവും വേണ്ട, ഈ കാര്യങ്ങളൊക്കെ ശരിയാവും, എല്ലാം റെഡി ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം
നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ ഏതെല്ലാം രീതിയിലാണ് ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായ രീതിയിലേക്ക് സഹായഹസ്തവുമായി എത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ആദ്യമായി ഇന്ന് കൊടുത്തുകൊണ്ട് എല്ലാ പ്രതിമാസങ്ങളിലും ഈ കുടുംബത്തിന് വേണ്ട പലവ്യഞ്ജന കിറ്റ് ഇവിടെ കൈമാറുകയാണ്. ആ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പങ്കെടുക്കുവാൻ, ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും സാധിച്ചു എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ചും അച്ഛനും സനൂപും ഉൾപ്പെടെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ, ഇവരോടൊപ്പം നമ്മളും കൂടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ആളൂർ RMHSS പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ വാർഷിക പൊതുയോഗം നടത്തി. യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് AC ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ലീബ രജീഷ് വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം നടത്തി. ജനറൽ സെക്രട്ടറി TBCB, ട്രഷറർ VJ ഏഞ്ചലി, TS ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി MV രാജീവ്, വൈസ് പ്രസിഡന്റ് ജോബി അരിക്കാട്ട, PTA പ്രസിഡന്റ് പോളി തുണ്ടിയിൽ, സ്കൂൾ പ്രധാനാധ്യാപിക K ജൂലിൻ ജോസഫ്, പ്രിൻസിപ്പൽ TJ ലൈസൺ, വൈസ് പ്രസിഡന്റ് മേരി ആച്ചാണ്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം റോഡിൽ ഓയിൽ പരന്നു. അഗ്നിരക്ഷാ സേനയെത്തി അപകടാവസ്ഥ ഒഴിവാക്കി. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയിൽ ഓയിൽ പരന്നത് പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. റോഡിലെ ഓയിൽ സാന്നിധ്യം മൂലം ഒരു ബൈക്ക് യാത്രികൻ മറിഞ്ഞു വീണു. അപകടം ശ്രദ്ധയിൽപ്പെട്ട ടോൾ പ്ലാസ ജീവനക്കാരാണ് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന വെള്ളവും ലായനികളും ഉപയോഗിച്ച് റോഡ് കഴുകി വൃത്തിയാക്കി. 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഓയിൽ പൂർണ്ണമായും നീക്കം ചെയ്ത് പാത സുരക്ഷിതമാക്കിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് മേഖലയിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ പാലിയക്കരയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. പുതുക്കാട് അഗ്നിരക്ഷാ യൂണിറ്റിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസ്, സീനിയർ ഫയർ ഓഫീസർ C രഞ്ജിത്ത്, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ശരത് പ്രസാദ്, അജിത് കുമാർ, V വിജീഷ്, M മനു, ഹോംഗാർഡുമാരായ NK മോഹനൻ, MV ജയന്തൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,990 രൂപയും പവന് 1,19,920 രൂപയും രേഖപ്പെടുത്തി. ആളൂർ ആനത്തടം ചുള്ളിവീട്ടിൽ ബെന്നി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്റ്റെല്ലയാണ് ഭാര്യ. ആൽബിൻ, ആൽജിൻ എന്നിവർ മക്കളും അനീല മരുമകളുമാണ്. ആമ്പല്ലൂർ വിളക്കത്തറ വീട്ടിൽ അപ്പു അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. കാർത്തിയാനിയാണ് ഭാര്യ. അജിത് കുമാർ, സജിത് കുമാർ, സുജാത എന്നിവർ മക്കളും സുധ, പ്രവീണ, മുരളീധരൻ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ആദൂർ മേപ്പുള്ളി പരമേശ്വരൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.